പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യയും റഷ്യയും സംയുക്തമായി നിർമ്മിച്ച സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ്. ലോകത്തിലെ തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ്. ബ്രഹ്മോസ് മിസൈലിനേക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മിസൈൽ ഡെവലപ്പ് ചെയ്യുവാൻ ഇന്ത്യയും റഷ്യയും തീരുമാനിച്ചിരുന്നു. ബ്രഹ്മോസ് 2 എന്നാണ് ഈ മിസൈലിന് നൽകിയ പേര്. 2008 ഇത്തരമൊരു മിസൈലിനെ കുറിച്ച് ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ബ്രഹ്മോസ് 2K എന്നാണ് ഇതിന്റെ പേരെങ്കിലും ഇവ ബ്രഹ്മോസ് മിസൈലിൽ നിന്നും വ്യത്യസ്തമായ ഒരു മിസൈലാണ്. ഇതിൽ K എന്നത് ഡോക്ടർ APJ അബ്ദുൽ കലാം അദ്ദേഹത്തിനോടുള്ള ആദരവ് സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ്. ബ്രഹ്മോസ് 2 റഷ്യയുടെ സിക്രോൺ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലിനെ ബേസ് ചെയ്ത് നിർമ്മിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. സ്ക്രാംജെറ്റ് എഞ്ചിനാണ് ഈ മിസൈലിൽ പ്രൊപ്പൽഷൻ സിസ്റ്റമായി ഉപയോഗിക്കുന്നത്. നിലവിൽ സ്ക്രാംജെറ്റിനെ ബേസ് ചെയ്തുള്ള ലോകത്തിലെ ഒരേയൊരു ഹൈപ്പർസോണിക് മിസൈലാണ് സിക്രോൺ. റഷ്യ-യുക്രൈൻ യുദ്ധത്തിൽ റഷ്യ ഈ മിസൈലുകൾ പ്രയോഗിച്ചിരുന്നു. 2022 ബ്രഹ്മോസ് എയ്റോസ്പേസിന്റെ CEO ബ്രഹ്മോസ് 2 സിക്രോൺ മിസൈലിന്റെ കേപ്പബിലിറ്റി ഉള്ള മിസൈലായിരിക്കും എന്ന് പറഞ്ഞിരുന്നു. 2023 ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യ റഷ്യയോട് സിക്രോൺ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലിന്റെ ടെക്നോളജി ഇന്ത്യക്ക് നൽകുവാൻ അഭ്യർത്ഥിച്ചിരുന്നു. 2024 ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് ബ്രഹ്മോസ് 2 ഡെവലപ്പ് ചെയ്യുവാനുള്ള ഇന്ത്യയുടെയും റഷ്യയുടെയും ചർച്ചകൾ വഴിമുട്ടിയെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും പ്രോജക്റ്റിന്റെ കോസ്റ്റിനെ കുറിച്ചുള്ള തർക്കങ്ങളുമാണ് ഇതിന് കാരണമെന്ന് പറയപ്പെട്ടിരുന്നു. സ്ക്രാംജെറ്റ് എഞ്ചിൻ ടെക്നോളജി ഇന്ത്യക്ക് നൽകുവാൻ റഷ്യക്ക് താല്പര്യമില്ല. സ്ക്രാംജെറ്റ് എഞ്ചിന് റഷ്യ വലിയ വിലയാണ് ചോദിച്ചത്. നിലവിലുള്ള ബ്രഹ്മോസ് മിസൈലിന്റെ ഇരട്ടിയിലധികം ചിലവ് ബ്രഹ്മോസ് 2-നുണ്ടാകുമെന്നും കരുതുന്നു. എന്നാൽ ഇപ്പോൾ ഇന്ത്യയും റഷ്യയും വീണ്ടും ബ്രഹ്മോസ് 2-വിന്റെ ഡെവലപ്മെന്റിനെ കുറിച്ചുള്ള ചർച്ചകൾ പുനരാരംഭിച്ചിരിക്കുകയാണ്. ഇപ്രാവശ്യം വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവുകയില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ബ്രഹ്മോസ് 2-ന് മാക് 6 മുതൽ മാക് 8 വരെ വേഗതയുണ്ടാകുമെന്ന് കരുതുന്നു. ഇവയുടെ റേഞ്ച് 1500 കിലോമീറ്റർ ആയിരിക്കും. സ്ക്രാംജെറ്റ് എഞ്ചിനായിരിക്കും ഇതിന്റെ പ്രൊപ്പൽഷൻ സിസ്റ്റം. ഇവയ്ക്ക് ഏകദേശം 1.3 ടൺ ഭാരമുണ്ടാകും. സിക്രോൺ മിസൈലിന്റെ ഡിസൈനിനെ ബേസ് ചെയ്തായിരിക്കും ബ്രഹ്മോസ് 2 നിർമ്മിക്കുക. ബ്രഹ്മോസ് 2-വിന്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിനായി ഇന്ത്യയുടെയും റഷ്യയുടെയും ഉന്നതതല കമ്മിറ്റി ചർച്ചകൾ ഉടൻ തന്നെ പുനരാരംഭിക്കും. ഇന്ത്യ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന തേജസ് MK2 എയർക്രാഫ്റ്റിൽ നിന്നും ബ്രഹ്മോസ് 2-വിന്റെ എയർ ലോഞ്ച്ഡ് വേർഷൻ പ്രയോഗിക്കുവാൻ സാധിക്കുമെന്ന് കരുതപ്പെടുന്നു. ഇത് വളരെ വലിയൊരു കേപ്പബിലിറ്റി ബൂസ്റ്റ് തേജസ് MK2-വിനും ഇന്ത്യൻ എയർഫോഴ്സിനും നൽകും. എയർ ലോഞ്ച്ഡ് വേരിയന്റ് കൂടാതെ ആന്റിഷിപ്പ് മിസൈൽ, ലാൻഡ് അറ്റാക്ക്, സർഫസ് ടു സർഫസ് മിസൈൽ എന്നീ കോൺഫിഗറേഷനുകളിലും ബ്രഹ്മോസ് 2 ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ക്രൂയിസ് മിസൈൽ ആയിരിക്കും ബ്രഹ്മോസ് 2. ഹൈപ്പർസോണിക് മിസൈലുകളെ ഇന്റർസെപ്റ്റ് ചെയ്യുവാൻ ലോകത്തിലെ ഒരു എയർ ഡിഫൻസിനും നിലവിൽ സാധിക്കുകയില്ല. റഷ്യ-യുക്രൈൻ യുദ്ധവേളയിൽ റഷ്യ ഉപയോഗിച്ച സിർക്കോൺ മിസൈൽ ഇന്റർസെപ്റ്റ് ചെയ്തു എന്ന് യുക്രൈൻ അവകാശപ്പെടുന്നുണ്ട്. ഇവയിൽ എത്രത്തോളം സത്യമുണ്ടെന്നറിയുകയില്ല. ബ്രഹ്മോസ് 2 കൂടാതെ പ്രോജക്റ്റ് വിഷ്ണു എന്ന പേരിൽ ഇന്ത്യ സ്വന്തമായി ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. 2025 ഏപ്രിൽ മാസത്തിൽ DRDO തങ്ങളുടെ സ്ക്രാംജെറ്റ് എഞ്ചിൻ 1000 സെക്കൻഡ് നേരത്തേക്ക് പരീക്ഷിച്ചിരുന്നു. റഷ്യയ്ക്ക് പോലും ഇത്രയും നേരം സ്ക്രാംജെറ്റ് എഞ്ചിൻ പ്രവർത്തിപ്പിക്കുവാൻ സാധിച്ചിട്ടില്ല. സ്ക്രാംജെറ്റ് എഞ്ചിൻ ടെക്നോളജിയിൽ ഇന്ത്യ വൻ പുരോഗതി നേടിയിട്ടുണ്ട്. DRDO ഡെവലപ്പ് ചെയ്യുന്ന സ്ക്രാംജെറ്റ് എഞ്ചിനായിരിക്കും ബ്രഹ്മോസ് 2-വിന്റെ പ്രൊപ്പൽഷൻ സിസ്റ്റമായി ഉപയോഗിക്കുക എന്നും ചില റിപ്പോർട്ടുകളുണ്ട്. ബ്രഹ്മോസ് 2, പ്രോജക്റ്റ് വിഷ്ണു എന്നീ പ്രോഗ്രാമുകളിലൂടെ ലോകത്തിലെ തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹൈപ്പർസോണിക് മിസൈലുകൾ ഇന്ത്യക്ക് സ്വന്തമാകും. പ്രിയപ്പെട്ടവരെ, ഇത്രയും വിവരങ്ങൾ വ്യക്തമായി എന്ന് കരുതുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജയ് ഹിന്ദ്.